പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം. എരവിമംഗലം സ്വദേശി ചിറയത്ത് ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ചു. പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. വീട് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചു. ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികളും തകർത്തു. വീട്ടിലെ വളർത്തുകോഴിയുടെ കണ്ണിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ടെറസിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലും നശിപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. വീട്ടുടമ ഷാജു ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. വന്നതിന് ശേഷം അവിടെ അയൽക്കാർ വിളിച്ചപ്പോൾ ഇങ്ങനെ ബാക്കിൽ അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കലും ഗ്യാസ് സിലിണ്ടർ വലിച്ചെറിയലും ഫിഷ് ടാങ്കിൽ മണ്ണ് വാരി ഒരുപാട് ഭീകരാന്തരീക്ഷണം ചെയ്തിട്ടുള്ളത്. മുകളിൽ കയറി അവർ സോളാറിൻ്റെ ട്യൂബ് തല്ലി പൊളിച്ചിട്ടുണ്ട്. ബാത്റൂം കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിൽ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷണം സൃഷ്ടിച്ചിട്ടുള്ളത്. ചെക്കനാണെങ്കിൽ ഒരു 10-15 വയസ്സായിട്ടുള്ള ചെക്കനാണെന്ന് പറയുന്നത്. കണ്ടാലറിയും ചെക്കനെ, പക്ഷേ ഇന്ന ആളെന്നറിയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷണം സൃഷ്ടിച്ചിട്ടുള്ള ചെക്കൻ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഭയമാണ്. ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ അന്വേഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ബാക്കിലൊരു വലിയൊരു വിജനമായ പറമ്പാണ്. അതിൽ എപ്പോഴും ഇവരാണ് ഈ ക്യാമ്പ് ചെയ്യുന്ന പിള്ളേർ. അപ്പോൾ എന്തിൻ്റെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ആര് പരാതി കൊടുക്കാനോ നമുക്ക് ഇവിടെ ആർക്കും ധൈര്യമില്ല. എന്നുണ്ടെങ്കിൽ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. അതിൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാറില്ല. ഇതിന് എത്രയും നല്ല വലിയ ഒരു നടപടി എടുക്കണമെന്ന് പോലീസിനോടായാലും നമ്മൾ കൂടുതൽ അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടി.